ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 32 അതിനെ എനിക്ക് തരുമോ. ഭാഗം 32 അതിനെ എനിക്ക് തരുമോ ഇവിടെ ആരംഭിക്കുന്നു. വയൽവാരം വീടിന് സമീപത്തായി തുടങ്ങിയിരുന്ന കളരിയിൽ നിന്ന് കുട്ടികൾ പഠനം കഴിഞ്ഞു പോയാലും നാണുവാശാൻ പോകുമായിരുന്നില്ല. ചില ദിവസങ്ങളിൽ ഉറക്കവും കളരിയിൽ തന്നെയായിരുന്നു. നാണുവാശാന് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ മാത്രമേ ശ്രദ്ധയുണ്ടായിരുന്നുള്ളൂ. ആശാൻ പണം എന്ന് പറയപ്പെട്ടിരുന്ന ട്യൂഷൻ ഫീസ് ആരോടെങ്കിലും ആവശ്യപ്പെടുകയോ ചോദിച്ചു വാങ്ങുകയോ ചെയ്യുമായിരുന്നില്ല. അഥവാ കിട്ടിയാൽ തന്നെ അത് ഇല്ലായ്മക്കാരെ കണ്ടാൽ അപ്പോൾ തന്നെ അവർക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം നാണുവാശാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ അടുത്ത ഒരു ബന്ധു ആ പള്ളിക്കൂടത്തിലേക്ക് വരികയുണ്ടായി. വന്നയാളുടെ കയ്യിൽ ഒരു അണ്ണാൻ കുഞ്ഞും ഉണ്ടായിരുന്നു. അയാൾ നാണുവാശാനോട് അത്യാവശ്യമായ ഏതോ കാര്യം പറയാൻ വന്നതായിരുന്നു. എന്നാൽ ആശാന്റെ ശ്രദ്ധ മുഴുവനും ആ അണ്ണാൻ കുഞ്ഞിലായിരുന്നു. നാണുവാശാൻ ചോദിച്ചു, ഈ അണ്ണാൻ കുഞ്ഞിനെ അമ്മാവന് എവിടെ നിന്ന് കിട്ടി? അമ്മാവൻ വരുന്ന വഴിക്ക് ക്ഷേത്രത്തിനടുത്തുള്ള ഒരു മരപ്പൊത്തിൽ നിന്ന് കിട്ടിയതാണ്. നാണുവാശാൻ, അമ്മാവൻ ഇതിനെ എന്തു ചെയ്യാൻ പോവുകയാണ്? അമ്മാവൻ, ഞാനിതിനെ ഒരു കൂട്ടിലടച്ച് വീട്ടിൽ വളർത്താൻ പോകുകയാണ്. നാണുവാശാന് അത് കേട്ടപ്പോൾ സങ്കടം തോന്നി. ഓടിയും ചാടിയും കളിച്ചും വളരേണ്ട ആ അണ്ണാൻ കുഞ്ഞിനെ ഒരു കൂട്ടിലടച്ചാൽ അതിന് അതിൻ്റേതായ ലോകം നഷ്ടപ്പെടുമല്ലോ എന്നോർത്തിട്ട് നാണുവാശാൻ ചോദിച്ചു, അതിനെ എനിക്ക് തരുമോ? അമ്മാവൻ, ഇതിനെ നിനക്കെന്തിനാണ്? നാണുവാശാൻ, വളർത്താൻ തന്നെ. പിന്നെ യാതൊന്നും ചോദിക്കാതെ അയാൾ ആ അണ്ണാൻ കുഞ്ഞിനെ നാണുവാശാന് കൊടുത്തു. നാണുവാശാൻ ആ അണ്ണാൻ കുഞ്ഞിനെ അല്പനേരം കയ്യിൽ വെച്ച് ഓമനിച്ചു. പിന്നീട് അണ്ണാൻ കുഞ്ഞിനെ നൽകിയ ബന്ധു അവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ പള്ളിക്കൂടത്തിൻ്റെ മുറ്റത്ത് പടർന്നു നിന്നിരുന്ന ഒരു പറങ്കിമാവിൻ്റെ താഴത്തുള്ള ശാഖയിൽ അതിനെ കൊണ്ടുവിട്ടു. അത് ചിൽ ചിൽ എന്ന് ചിലച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ മരക്കൊമ്പിലേക്ക് ഓടിപ്പോവുകയും നോക്കി നാണുവാശാൻ സംതൃപ്തിയോടെ നിന്നു. ശരണമാകണേ 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 പരമസദ്ഗുരു, ശരണമാകണേ 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 പരമസദ്ഗുരു. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 32 അതിനെ എനിക്ക് തരുന്നു ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.